ഹായ്, ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ. ഞാനേ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് യാത്രയിലാണ്. ആ യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഹായ്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്നത്തെ ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ ഈ യാത്രയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായില്ല. കാരണം നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങൾ അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് മാനസികമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നുമല്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്നൊരു ദീർഘയാത്രയാണ്. ആ യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യാത്രയിലൂടെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ യാത്ര ഇവിടെ തുടങ്ങി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യാൻ നോക്കുന്നതും. സങ്കടം വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാറില്ല. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് മാത്രം ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ മറ്റുള്ളവർ എന്ത് കരുതുമെന്നോ വിചാരിക്കാതെ നിങ്ങളുടെ സന്തോഷം, അതായത് ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും അങ്ങനെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുള്ളൂ. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാണോ, ഞാൻ അങ്ങനെ ചെയ്താൽ അതിനകത്തുള്ള തെറ്റുകൾ എന്താണ്, ശരി എന്താ എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് ചെയ്താലുള്ള ഗുണവും ചെയ്താലുള്ള തെറ്റുകൾ എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് എപ്പോഴും നിലനിൽക്കും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷം കിട്ടും നമുക്ക്. നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരും. കാരണം എന്താ അറിയുമോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ടേ നമ്മുടെ അച്ഛനും അമ്മയും പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരൂലേ. അതൊരു കാലഘട്ടം വരെ നമുക്കൊരു നമ്മൾ പഠിച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ തെറ്റേതാ ശരി ഏതാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പലരോടും നമ്മുടെ ശരി ഏതാ തെറ്റേതാ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല.
പലരുടെയും പ്രശ്നങ്ങൾ ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കും, ജോലി പ്രശ്നം, അങ്ങനെ ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല 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 പ്രശ്നങ്ങളായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. ആ ജോലി തിരക്കുള്ളവരാണ്. അങ്ങനെ ജോലിയിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ജോലിയിൽ ചിലവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അവരാഗ്രഹിച്ച ജോലി ആയിരിക്കില്ല. ആഗ്രഹിച്ച ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആഗ്രഹിച്ച കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി നമുക്ക് അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കും. ചിലവർ നമുക്ക് ശമ്പളത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ നോക്കിയായിരിക്കും ചിലവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ ചിലവർ ജോലി ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ മനസ്സിൽ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ജോലിയാണ് എപ്പോഴും നമുക്ക് സംതൃപ്തി നൽകുന്നത്. നമ്മളൊരു നിമിഷം ചിന്തിച്ച് നോക്കി, നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി. എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാത്ര പോവുക, കുറേ സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കില്ലേ. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ഞാനിങ്ങനെ ചിലവരുടെ കാര്യങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അവർ ജീവിക്കുന്നത് തന്നെ അവരുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോയി എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ച് അവർ ഒതുങ്ങിക്കൂടുന്ന, ഒരു വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ ജീവിതം ഇതുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. ജീവിതം അവർ പറയുന്നത് അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അവരുടെ ജീവിതമൊന്നും അങ്ങനെ തീർന്നു പോയിട്ടൊന്നുമില്ല. ചിലവർ പറയും ഇനിയിപ്പോൾ എത്ര നാളത്തേക്ക് ഞാനൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇന്നോ നാളെയോ എന്നും പറഞ്ഞാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തുന്നാ ജീവിതം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളയുന്നവരുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി എത്ര നാളുണ്ടോ എന്ന് ചിന്തിച്ച് കിടക്കുന്നവരല്ല. അവർക്ക് ചിലപ്പോൾ ഒട്ടും അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ വിചാരിക്കും അവരുടെ ജീവിതം തീർന്നു, ഇങ്ങനെ പോയി എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണോ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്, ഒന്നോ രണ്ടോ ദിവസമോ എങ്ങനെയാണെങ്കിലും, എത്ര ദിവസമാണെങ്കിലും നമ്മളുടെ ജീവിതം എത്രത്തോളം ഹാപ്പി ആവുക, എത്രത്തോളം സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയും സന്തോഷം നമുക്ക്. ഇപ്പോൾ പറയാറില്ലേ, ചിരിച്ചാൽ ആയുസ്സ് കൂടുമെന്ന് പറയില്ലേ. ചിരി വരുന്നത് എപ്പോഴാണ്? നമുക്ക് സന്തോഷം വരുമ്പോഴാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം ഉള്ളപ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷം വരുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുക, യാത്രകൾ ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. അത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നിങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യാൻ തോന്നുക. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം, അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ പല പല ആൾക്കാരുകൾ കടന്നു പോകും. ആളുകളിങ്ങനെ കടന്നു പോകും. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ, പിന്നെ ജോലി സമയത്ത് വേറെ ആളുകൾ, പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വേറെ ആളുകൾ, അങ്ങനെ പല പല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് നല്ലത് മാത്രം പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു കൂട്ടുണ്ടാവും. അതുപോലെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവർ ആ കൂട്ടുകൾ വിടും.
പിന്നെ നമുക്ക് വീടായി കുടുംബമായി അങ്ങനെ ഒരു ഇത്. അപ്പോഴും ചിലവർ ആ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കും. ആ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കും പറയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അവരോട് നിങ്ങളുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന കാര്യങ്ങളായിരിക്കില്ലേ. നിങ്ങൾ അവരുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിൽ ഒരു നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊരു തുറന്ന് പറച്ചിലൂടെ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവില്ലേ. വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ അത്, ആ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ആ സുഹൃത്ത് ബന്ധത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികാരത്തോടു കൂടി അവരുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെയുണ്ടാവും. ആ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് ചെറിയ പിണക്കത്തിന് ഇടവരാനും സാധ്യതയുണ്ട്. അങ്ങനെ പിണക്കത്തിന് ഇടവരികയാണെങ്കിൽ ഇനി വിളിക്കാതെ വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ തിരിച്ച് വിളിച്ചിട്ട് സോറി കേട്ടോ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വീണ്ടും ആ സുഹൃത്ത് ബന്ധം നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്ന് മനസ്സോടെ നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നമുക്കുള്ള പോരായ്മകൾ പറഞ്ഞു തരും. നമ്മൾ ചെയ്യുന്ന ഇതിൽ എന്താണോ തെറ്റുകളുള്ളത് അത് നമുക്ക് തിരുത്തി തരുന്നതാണ് നല്ലൊരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നല്ലതാണ് കേട്ടോ. അത്രയും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യം, വളരെ നല്ല കാര്യമാണ്. അത് മാത്രമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അവരിൽ നിന്ന് അറിയാൻ പറ്റും. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അതറിയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം തുറന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടും. അങ്ങനെ ആ സുഹൃത്ത് ബന്ധം എപ്പോഴും നിലനിർത്തുന്നത് വളരെയധികം നല്ലതാണ്. ചിലവർക്ക് ഈ സുഹൃത്ത് ബന്ധം ഉണ്ടാവുകയില്ല. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ആലോചിച്ച് ഇരിക്കും. അവർ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ചിലവർക്ക് അത് മനസ്സിൽ ഇങ്ങനെ ചിലർക്ക് സങ്കടം വരുമ്പോൾ മനസ്സിൽ അത് തന്നെ ആലോചിച്ചിരിക്കും. ഭയങ്കര ഡിപ്രഷൻ അടിക്കും. മനസ്സ് വിഷമിച്ചിരിക്കുക. അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ചിലവർ വിളിക്കുമ്പോൾ എടുക്കില്ല. ചിലവരോട് വിളിച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ദേഷ്യം കാണിക്കും. അങ്ങനെ പലരും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. വിളിച്ച് കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ എന്തു പറഞ്ഞാലും ചിലപ്പോൾ എന്തു പറഞ്ഞാലും ദേഷ്യം കാണിക്കും നമ്മളോട്. കാരണം അവരുടെ മാനസികസ്ഥിതി അപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മളത് ആലോചിക്കുകയില്ല. പക്ഷേ ഈ സുഹൃത്ത് ബന്ധം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് അങ്ങനെ വരുന്നതും. കാരണം ഉള്ളിലുള്ള വിഷമങ്ങൾ തുറന്ന് പറയാനും ഒന്ന് ആശ്വസിക്കാനും ആരുമില്ലാതെ ഇരിക്കുന്നവരായിരിക്കും ചിലവർ അങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പോൾ ജീവിതം തന്നെ മടുത്തു എന്ന് തോന്നിപ്പോവും അവർക്ക്. കാരണം ഇതൊന്നും തുറന്ന് പറയാനോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനോ ആരുമില്ലാതെ അവരിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. ചിലർ പറയേ അവരുടെയൊക്കെ ജീവിതം കണ്ടുപഠിക്കുക. എന്ത് അടിപൊളിയാണല്ലേ, ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഫുൾ ട്രിപ്പിൽ എപ്പോൾ നോക്കിയാലും യാത്രയും കാര്യങ്ങളും എപ്പോഴും ഹാപ്പിയാണ് അവൻ എന്ന് പറയും. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സന്തോഷം എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സന്തോഷത്തിന് വേണ്ടി എന്താണ് നമ്മുടെ ലൈഫിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവരുടെ ലൈഫിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ സന്തോഷം കിട്ടും. മറ്റുള്ളവരെ പോലെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. മറ്റുള്ളവർ എങ്ങനെയാണോ ജീവിക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യവുമില്ല.
ലൈഫ് എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് നമ്മൾ സന്തോഷിക്കുക. നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരല്ലേ? സ്വപ്നം കാണുന്നതിന് ഒരു കുറവും ഇല്ലല്ലോ. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല 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 സ്വപ്നങ്ങൾ കാണുക. ആ നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ? ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതിന് മറ്റൊരാളുടെ സഹായമൊന്നും തേടേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം എത്ര വലിയ ആഗ്രഹമായാലും നമ്മൾ സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അതിന് വേറൊരു വ്യക്തിയുടെയോ വേറൊരു ആളുടെയോ സഹായം നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. അങ്ങനെ സാധിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ. അത് ചെറുതായാലും വലുതായാലും നമ്മളെ കൊണ്ട് അത് സാധിക്കും. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഓട്ടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയും, നമ്മൾ പോയി സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയും അതിന് കുറേശ്ശെ അത് ബാലൻസ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പഠിച്ചെടുക്കാൻ നോക്കി. കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മളെ കൊണ്ട് അത് പറ്റും. അങ്ങനെ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക്, അത് കഴിഞ്ഞ് കാറ്, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്നു. കാരണം എന്താ, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന്, നമ്മളെ കൊണ്ട് കഴിയും എന്ന് നമ്മൾ മനസ്സിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ബൈക്ക് ഓടിക്കാനും അങ്ങനെ ഓരോന്ന് പഠിച്ചു വരുന്നത്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ പറ്റില്ല. വേറൊരാൾ സൈക്കിൾ ചവിട്ടുന്നത് കണ്ടിട്ട് ഓ ഇങ്ങനെയാണ് സൈക്കിൾ ചവിട്ടുന്നതല്ലേ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അതിൽ കയറി നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ നോക്കി കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതം. നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണോ മുൻപോട്ട് പോകാൻ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ നമുക്കുള്ള ലക്ഷ്യം, അതിലേക്ക് വേണ്ട ഓരോ സ്റ്റെപ്പും നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്താൽ മാത്രമേ നാളെ നമുക്ക് അതിനകത്ത് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ആ വിജയത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ലൈഫിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ സാധ്യമാകാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. ഒരിക്കലും തളർന്നു പോവാതെ നമ്മൾ പിടിച്ചു നിൽക്കുക. ഞാൻ നേരത്തെയൊക്കെ നമ്മുടെ ഓരോരോ സ്വപ്നങ്ങൾ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. എനിക്ക് ഇതുപോലെ സൈക്കിൾ വേണം, ബൈക്ക് വേണം, അത് കഴിഞ്ഞിട്ട് കാറ് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോരോ ഇത് എഴുതി വെക്കുമായിരുന്നു. കാരണം സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ബൈക്ക് ഓടിക്കണം, ബൈക്ക് ഓടിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെ നമ്മൾ എഴുതി വെക്കുമായിരുന്നു. എനിക്കങ്ങനെ ലക്ഷ്യങ്ങൾ ഞാൻ എഴുതി വെച്ച് അത് നിറവേറ്റി കഴിയുമ്പോൾ, സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ അതിൽ ശരിയിട്ട് വയ്ക്കുമായിരുന്നു. അപ്പം നമുക്ക് സന്തോഷമാണ്. കാരണം എന്നെ കൊണ്ട് സാധിച്ചു എന്നാലോചിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. കാരണം എനിക്ക് പറ്റും എന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും എന്നത് കൊണ്ട് ഞാൻ ചെയ്ത് അത് വിജയം കണ്ടെത്തി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ സന്തോഷങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടെന്ന് തന്നെയല്ല, ഞാൻ കാരണമാണ് എനിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റിയത്. വേറൊരാള് പറഞ്ഞു തന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാള് വിചാരിച്ചത് കൊണ്ട് ഇതൊരിക്കലും നടക്കില്ല. ഞാൻ തന്നെ വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ സാധിക്കാൻ പറ്റിയത്, എൻ്റെ ലക്ഷ്യം നിറവേറാൻ പറ്റിയത്, എൻ്റെ സ്വപ്നം നിറവേറാൻ പറ്റിയത് എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്ക് വാങ്ങിച്ചു.
അതെൻ്റെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. ഒരു ബൈക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ട് ബൈക്ക് വാങ്ങിച്ചു. ഇതൊക്കെ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാറ് വാങ്ങിച്ചു. അതും എൻ്റെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അത് ഓടിക്കാൻ പഠിക്കുന്നതും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ നമ്മളുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ലക്ഷ്യങ്ങളാണ്. അത് നമുക്ക് നിറവേറ്റാൻ പറ്റി, അത് എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റി എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും സാധിക്കില്ല. ഇത് മാത്രല്ല ട്ടോ. നമുക്കിപ്പോ എല്ലാ സുഖവും സൗകര്യവും എല്ലാം ഉണ്ട്. നേരെ മറിച്ച് വേറൊരു അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് പുള്ളി ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു 10-40 വയസ്സുണ്ട്. പുള്ളിക്ക് അരക്ക് കീഴ്പോട്ട് തളർന്ന ഒരാളാണ്. അതായത് രണ്ട് കാലും ഇല്ല. പക്ഷേ പുള്ളി ബൈക്ക് ഓടിക്കും. പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കും. ഓട്ടോറിക്ഷ ഓടിച്ചാണ് പുള്ളി ജീവിക്കുന്നത് തന്നെ. പുള്ളിക്ക് കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. പുള്ളിക്ക് രണ്ട് കൈയുണ്ട്. കൈ വെച്ച് ഓട്ടോറിക്ഷ ഓടിക്കും. അതിനുള്ള ഫെസിലിറ്റീസ് ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഓട്ടോറിക്ഷ ഓടിച്ചാണ് പുള്ളിയുടെ കുടുംബം പോറ്റുന്നതും പുള്ളി ജീവിതമാർഗം കണ്ടെത്തുന്നതും എല്ലാം ആ ഓട്ടോറിക്ഷ ഓടിച്ചാണ്. അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ചില ആളുകളുണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് ആ ആ ഒരാള് എന്നെ കൊണ്ട് പറ്റും എന്നും പറഞ്ഞ് അയാളുടെ വൈകല്യങ്ങളെ പുള്ളി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയല്ല. പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ആള് മുന്നോട്ടിറങ്ങി ജീവിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളി 10-40 വയസ്സായെങ്കിലും പുള്ളിക്ക് ഒരിക്കലും സങ്കടമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇടപഴകുന്നതും ആളുകളായിട്ട് സംസാരിക്കുന്നതും എല്ലാം. നേരെ മറിച്ച് പുള്ളിക്ക് വീട്ടിലിരുന്ന ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റില്ല, ഒന്നിനും പറ്റില്ല എന്നും പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അത് ആ പുള്ളിയുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്താണോ അതിന്റെ ഇറങ്ങി തിരിച്ചേക്കാണ്. പുള്ളി മാത്രമല്ല ട്ടോ, ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വേറെയും ഒരുപാട് പേരുണ്ട് ഇതുപോലെ തന്നെ. അവരുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അതും അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവര് പണിയെടുത്ത് അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നു. നമ്മൾ ഒരുപാട് വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഇപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അവർക്ക് പഠിപ്പ് മുന്നോട്ട് പോകുന്നവര്, അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ ജോലിക്ക് പോകുന്നവര് അവരുടെ സ്വന്തം വരുമാനം കണ്ടെത്തി അവർക്ക് ചെലവിനുള്ളത് കണ്ടെത്തുന്നത്. കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരത് മുമ്പോട്ട് തന്നെ പോകുന്നു. അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, ദുഃഖങ്ങളില്ല എന്നല്ല. പക്ഷെ അത് ചെറുപുഞ്ചിരിയോടെ അവർ നേരിടുന്നു. മനസ്സ് തളരാതെ മുമ്പോട്ട് പോകുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണോ, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനു വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ, ചെറിയ ചെറിയ തടസ്സങ്ങൾ വരില്ല എന്നല്ല, തടസ്സങ്ങൾ വരുന്നതിന് നമ്മൾ മുമ്പോട്ട് തന്നെ പോയി നമ്മൾ തളരാതെ നമ്മൾ മുമ്പോട്ട് തന്നെ പോയി നമുക്ക് ആ ലക്ഷ്യം നിറവേറുന്ന വരെ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ ഇരുന്നാലുണ്ടല്ലോ, ഒരിക്കൽ നമുക്ക് ആ ലക്ഷ്യം നിറവേറാൻ പറ്റും. അത് വെറുതെ പറയുന്നതല്ല. നമുക്ക് അതിന് ഒരുപാട്, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ അതിനു വേണ്ടി മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്ത് അത് കിട്ടാതെ സങ്കടപ്പെടേണ്ട വരില്ല. കാരണം അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ ഊർജ്ജമാവും. അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കും. അതൊരു വലിയ ആ ലക്ഷ്യം നിറവേറി കഴിയുമ്പോഴുള്ള സന്തോഷം വളരെ വലുതുമായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും കിട്ടിയില്ല എന്നോർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത് ട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്കത് കിട്ടിയില്ല, എനിക്കത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അത് നിങ്ങളെ തേടിയെത്തും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ സങ്കടപ്പെട്ട് ഒരിക്കലും ഇരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനമാണെന്ന്. അത് ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനം എന്ന് പറയാൻ കാരണം, നമ്മുടെ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉണ്ട്. ആ ലക്ഷ്യം നമ്മുടെ സുഹൃത്തിനോട് പറയാണ്, ഇന്നപോലെ എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അവര് പറയും, നിന് പറ്റും, സാധിക്കും, നീ ഇറങ്ങിത്തിരിക്കുക, അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതിനു വേണ്ടിയുള്ള വഴികള് ഒക്കെ നമ്മുടെ കൂടെ നിന്ന് ഒരുക്കി തരാൻ ഈ സുഹൃത്ത് സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സുഹൃത്ത് ബന്ധം എന്നും വളരെ വലുതാണെന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു കൂട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മുടെ കൂടെ ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മളെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടുമ്പോൾ വളരെയധികം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് സുഹൃത്ത് ബന്ധത്തിന് അത്രയും വലിയ പ്രാധാന്യം എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കും ആഗ്രഹങ്ങൾ വരും. ഇതുപോലെ എനിക്കും ഉണ്ടല്ലോ ഒരു ആഗ്രഹം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അപ്പോൾ അവര് പോയ വഴികളിൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കും അതിനോട് ഒരു ആഗ്രഹം, നമ്മളും ഇതിനകത്ത് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജം വരും. അല്ലെങ്കിൽ നമുക്ക് ആ വഴി തുറന്നു തരും. അതാണ് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പല പല തടസ്സങ്ങളും വരും. പക്ഷെ ആ തടസ്സങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും എളുപ്പമാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. നമുക്ക് പല പല തടസ്സങ്ങളും വരും. വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷെ അത് തടസ്സങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് വിജയത്തിന് ഒരു സന്തോഷവും ഉണ്ടാവും. നിങ്ങളുടെ ചെറിയൊരു ആഗ്രഹമായിരിക്കും ഒരു ഫോൺ വേണമെന്നുള്ളത്. ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ അല്ലെങ്കിൽ 15,000 രൂപയുടെ ഒരു ചെറിയൊരു ഫോൺ വേണമെന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ സുഹൃത്തിന്റെ അടുത്ത് പറയുമ്പോൾ സുഹൃത്ത് എവിടെന്നെങ്കിലും ലോൺ വഴി എടുത്തു തരാന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ചെറിയ ആഗ്രഹം എന്ന് പറയുന്നത് ചെറിയ ചെറിയ തുക കൂട്ടി വെച്ച് ആ ഫോൺ മേടിക്കാനുള്ള ചെറിയൊരു ആഗ്രഹമായിരിക്കും. അത് വളരെ ചെറിയൊരു ആഗ്രഹമാണെങ്കിലും മറിച്ച് ആ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ഉണ്ടല്ലോ. ഇതുപോലെ തന്നെയായിരിക്കും വലിയ ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഫോൺ കിട്ടി, നിങ്ങൾ ആ പൈസ അടച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഫോൺ കിട്ടി കഴിയുമ്പോൾ, ആ പൈസയൊക്കെ അടച്ചു കഴിയുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യം നിറവേറി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനൊരു ഒരു സന്തോഷം കിട്ടുമല്ലോ. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. കാരണം ആ വഴി നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് ഈ ലോൺ വഴി എടുക്കുന്ന സംഭവമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അതുപോലെ തന്നെയാണ് വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ വേറെ ആള് സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യം മറന്ന് എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒതുക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്യങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങൾ, അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണ് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പരീക്ഷയിൽ നമ്മൾ ജയവും തോൽവിയും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ തോൽവിയിൽ സങ്കടപ്പെട്ട് ഇരിക്കരുത്. ഈ ജീവിതത്തിൽ തോൽവി ഉണ്ടാവും എന്ന് പറയാൻ കാരണം പലരും നമുക്ക് അത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കും. ആ സങ്കടപ്പെട്ടിരിക്കുന്ന ചിലവര് ഭയങ്കരമായിട്ട് അത് തന്നെ ആലോചിച്ച് അവരുടെ ലൈഫ് കളയാൻ നോക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട്. അവർക്ക് കിട്ടിയില്ലല്ലോ, അവര് നോക്കിയിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കിട്ടുന്ന കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് അവരുടെ ലക്ഷ്യം തന്നെ മറന്നുപോയി അവരുടെ ലൈഫില് വേറെ ലൈഫിലേക്ക് തന്നെ മാറിപ്പോകുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതെന്താന്ന് അറിയോ? ഈ ചിലവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര മാറ്റങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത്.
അവർക്ക് ആരോടും മിണ്ടാനോ പറയാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. പണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെയുള്ള സംസാരിക്കും. ആ മുഖങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ആലോചിക്കും എന്തു പറ്റി, അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത് എന്ന് വിചാരിക്കും. അത് ചിലവരുടെ ലൈഫിൽ വളരെയധികം തളർന്നു പോകുന്ന ചിലവരാണ്. ചിലവരുടെ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് അവർ തളർന്നു പോകും. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ നേടാതെ അവരുടെ ലൈഫിൽ ഒരു വിജയം കണ്ടെത്താതെ ആവാതെ അവരുടെ ലൈഫ് തന്നെ വെറുതെ ആയിപ്പോവും. അങ്ങനെ ഒരിക്കലും ആവരുത്. ചിലവര് അങ്ങനെ ലൈഫിലൊന്നും കിട്ടാതാവുമ്പോൾ മദ്യത്തിന് അടിമയായിട്ട് മാറും. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഡെയിലി കിട്ടാതാവുമ്പോൾ മദ്യപാനം തുടങ്ങുകയും പിന്നെ ആ മദ്യത്തിന് ഇരയായി മാറുകയും അവരുടെ ലൈഫ് പിന്നെ അതിനകത്ത് അഡിക്റ്റ് ആയി പോകും. പിന്നെ അവർക്ക് മദ്യം മതി എന്നുള്ളൊരു ഇതിൽ ആയിരിക്കും അവരുടെ ലൈഫ് മുഴുവനും നീങ്ങുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നും അവരുടെ ലൈഫ് തന്നെ വേസ്റ്റ് ആയി പോയല്ലോ എന്ന് തോന്നിപ്പോവും. അത്രയും അവര് ലൈഫ് വേണ്ടാത്ത വിധത്തിൽ അവര് എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം തന്നെ മറന്നുപോയി. ഒരു ചെറിയ എന്തെങ്കിലും ചെറിയ സങ്കടം അല്ലെങ്കിൽ ചെറിയ ലൈഫിൽ ചെറിയൊരു ഇതുണ്ടാവുള്ളൂ. ചെറിയ എന്തെങ്കിലും വിഷമം വന്ന് അവരുടെ ലൈഫ് ചെറിയൊരു വിഷമം ഉണ്ടാവുള്ളൂ. ആ ചെറിയൊരു വിഷമത്തിൽ നിന്ന് അവരുടെ ലൈഫ് തന്നെ മാറി അവർ വേറെ ലൈഫിലേക്ക് പോകും. പിന്നെ അവരുടെ ലൈഫ് തീർന്നു എന്ന് വരെ തോന്നിപ്പോകും. മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ ഭയങ്കര മോശം രീതിയിലായിരിക്കും അവരുടെ നടപ്പ്. അങ്ങനെ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത്. കാരണം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ജീവിതമേ ഉള്ളൂ. എന്നാൽ അത് ആസ്വദിക്കാനും ജീവിതം സന്തോഷം കണ്ടെത്താനും ഉള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഒരു 10-25 വർഷം മുമ്പ് എൻ്റെയൊക്കെ വീട്ടിൻ്റെ പുറകിലും വീടിൻ്റെ സൈഡിലും ആയിരുന്നു എൻ്റെ ഫാമിലികൾ മുഴുവനും താമസിച്ചിരുന്നത്. അതായത് അച്ഛൻ്റെ പെങ്ങന്മാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ചിരിച്ചും കളിച്ചും നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നെന്ന് പറയുന്നത് എല്ലാവരും അവരുടെ ലൈഫ് മാറി. എല്ലാവരും ഒതുങ്ങി അവരവരുടെ വീടുകളിലായി. അവരവരുടെ വീടുകളായി എന്ന് പറയുന്നത് മതിൽ കെട്ടി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അങ്ങനെ സ്വന്തം അവരുടേതായ പ്രശ്നങ്ങൾ അവരവരുടെ വീട്ടിൽ ഒതുങ്ങി എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലും അവർ മാത്രം ഒരുമിച്ച് വളരെ ചെറിയൊരു കുടുംബമായിട്ട് മാറി. എല്ലാവരും ഇന്ന് ലൈഫ് വളരെ ചേഞ്ചായി. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഫോണിൽ തന്നെയാണ് അവരവരുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ വിശേഷങ്ങളൊന്നും പങ്കുവെക്കുന്നതൊക്കെ ഫോണിലൂടെയാണ്. എല്ലാവരും വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഫോണിലൂടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്, ഇതൊക്കെ വളരെ ചുരുങ്ങിപ്പോയി. നേരെ മറിച്ച് നേരത്തെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് വളരെ ചെറിയ കുടുംബവും അവരവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു രീതിയായി മാറിക്കഴിഞ്ഞു ഇന്ന് നമ്മുടെ നാട്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇന്ന് എല്ലാവരും ജോലിത്തിരക്കാണ്. ജോലിത്തിരക്കും ഓട്ടപ്പാച്ചിലും എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന്. അതായത് ഒരു സാധാരണ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ടു പേർക്ക് ജോലി ഉണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോവുക, വൈകുന്നേരം വരിക, കിടന്നുറങ്ങുക, രാവിലെ ജോലിക്ക് പോവുക. ഇത് തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ആകെ ഒരു ദിവസം ഏതെങ്കിലും ഹോളിഡേയ്സ് വരുമ്പോൾ മാത്രം അവർ ഒന്നിച്ച് വീട്ടിലിരിക്കുക. അല്ലാതെ എല്ലാവരും ജോലിക്ക് പോവുക.
ഭയങ്കര തിരക്കുള്ള ഒരു ജീവിത ശൈലിയാണ് ഇന്ന് വന്നേക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുക. നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പതിവ് വളരെ കുറഞ്ഞു. ഏ, ഏഹ് ഇത് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ വളരെ ഏഹ് എന്താ പറയാ ജീവിതം മുമ്പോട്ട് പോകുന്നത് വളരെ സ്പീഡായിട്ടാണ്. സമയം വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് അതായത് ഏഹ് ഒരു ജീവിത സർക്കിളാണ്. അതായത് നമ്മളിപ്പോ ഏഹ് ചെറുപ്പം തൊട്ടേ പഠിച്ച് ഒരു ഇതായി ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക, പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മക്കളാവുക, അവരെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു പ്രായമാവുക, നമുക്ക് അസുഖങ്ങൾ വരിക, പിന്നെ നമ്മൾ അവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പിള്ളേരെ നോക്കുക. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ലക്ഷ്യമില്ലാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ നിറവേറ്റുന്നില്ല. ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ പഠിപ്പിക്കുക, വലുതാക്കുക, പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളല്ല നമ്മൾ നോക്കുന്നത്. ഒരു ലക്ഷ്യങ്ങളും നിറവേറുന്നില്ല. ഏഹ് ഇത് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഒരു ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ഇല്ലാതെ, ലൈഫിൽ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികളും കണ്ട് അവര് പഠിക്കുക. ഇതിനകത്തൊക്കെ എന്താ അർത്ഥങ്ങളാ ഉള്ളത് ശരിക്കും പറഞ്ഞ ലൈഫിൽ? പിന്നെ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴും തിരക്കാണ്, ജോലി തിരക്കാണ്, അതുകൊണ്ടാണ് വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ തിരക്ക് എന്ന് പറയുന്നത് എന്താണ് തിരക്ക്? ശരിക്കും ആർക്കും തിരക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ വെറും തിരക്കുകൾ എന്ന് പറയുന്നത് വെറും അഭിനയം മാത്രമാണ്. ഇതൊക്കെ വെറും ഒരു ഫോണിൽ ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ എല്ലാം ഒരു ഉള്ളിൽ ഒതുങ്ങിപ്പോയ ഒരു ജീവിത രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് നേരത്തെയൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല ജീവിതം. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് സാധാരണക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് ട്ടോ. നേരെ മറിച്ച് അവരുടെ ലക്ഷ്യങ്ങള്, അതായത് ഇന്ന സ്ഥലത്ത് പോണം, അല്ലെ സ്ഥലങ്ങൾ കാണണം എന്ന് പറഞ്ഞ് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നവരുണ്ട് ട്ടോ. അതും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരെ. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇന്ന സ്ഥലത്ത് പോണം എന്നും പറഞ്ഞ് അതിനായിട്ട് സമ്പാദിച്ച് കൂട്ടി അവർ ആ ലക്ഷ്യം നിറവേറുന്നുമുണ്ട്. അവർക്കുള്ള ജോലി തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് അവർ ആ ലക്ഷ്യം നിറവേറുന്നത്. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ട്ടോ, അവര് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ പോയ കഥകളും പല രാജ്യങ്ങളും പല ആളുകളെയൊക്കെ കണ്ട കഥകളും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അവർ പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ അവർക്കും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് അവര് ശ്രമിക്കുന്നത്. പക്ഷെ അവർക്ക് ആ ലക്ഷ്യം നേടാൻ പറ്റുന്നുണ്ട്. ആ ലക്ഷ്യം ചെറുതാണെങ്കിലും ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളാണ് അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരുടെ ലക്ഷ്യങ്ങൾ തെളിഞ്ഞു വരുമ്പോഴും അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അവർക്ക് പറ്റുമ്പോഴും അവരുടെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ അവരുടെ മനസ്സിൽ വരികയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ വിജയം കണ്ടെത്തുമ്പോൾ. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളും അവർ വിജയിച്ച് വരുമ്പോഴാണ് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ലൈഫിൽ അവരുടെ ജീവിതം എത്ര വലിയ അനുഗ്രഹമാണെന്നൊക്കെ, അല്ലെങ്കിൽ എത്ര വലിയ ജീവിതമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. കാരണം അവരുടെ ചെറിയ ജീവിതത്തിൽ അവർക്ക് ആ ലക്ഷ്യം കണ്ടെത്താൻ പറ്റി, അല്ലെങ്കിൽ ആ ലക്ഷ്യം സാധിക്കാൻ പറ്റി എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് അവരുടെ മുഖത്ത് കണ്ടിട്ടുള്ളത്.
സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എവിടെ പോവാനും അല്ലെങ്കിൽ എന്താഗ്രഹം സാധിക്കാനും ഒരു തടസ്സങ്ങളും ഇല്ല എന്നത് തന്നെയാണ് സത്യം. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ട്ടോ. കാരണം ഏഹ് നമുക്ക് ഒരുപാട് ആഹ് കാശോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ ഒന്നും അതിന് വേണ്ട. നമുക്കൊരു ആഗ്രഹം മാത്രം മതി നമുക്ക് അതിനെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട്. അത് പലരും പറഞ്ഞു കേട്ടിട്ട് പലരും അതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ വായിച്ചാലും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് പോയെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ഉള്ള അതിലേക്കുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന വഴികൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴല്ല നമുക്കും മനസ്സിലാവും നമുക്കും ഇതുപോലെ പോവാനായിട്ട് ഇത്രയൊക്കെ ചെയ്താൽ മതിയല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും സിമ്പിളാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേര് ഏഹ് എത്രയോ രാജ്യങ്ങളിൽ പോയി എത്രയോ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിരിക്കും അത്. അത് സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് അതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് അവർക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും തുച്ഛമായ സമയം കൊണ്ട്. അതായത് കുറച്ച് സമയം മതി അവർക്ക് അത് നേടിയെടുക്കാനായിട്ട് അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യമാണ് അവർ നേടിയെടുത്തിട്ട് വാർത്തകളിലൂടെ ആയാലും നമ്മൾ അറിയുന്നത്. ആ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം സാധിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ വളരെ സന്തോഷം നിറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും അതിനകത്തേക്ക് ഇറങ്ങി തിരിക്കാൻ തോന്നും. അത്രയും എളുപ്പമാണ് ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ സാധിക്കാൻ. ഞാൻ വാർത്ത കണ്ടിട്ടുള്ളതേ സൈക്കിളിലൊക്കെ യാത്ര പോയ ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സൈക്കിളിൽ യാത്ര പോയി കുറേ രാജ്യങ്ങൾ കണ്ടു. കുറേ രാജ്യങ്ങളിലെ ആൾക്കാരെ കാണാൻ പറ്റി. പല പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റി എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ പോവാനുണ്ട്. ഇനി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോരോ സ്വപ്നങ്ങളാണത്. അവരുടെ ലക്ഷ്യങ്ങൾ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചേക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച് ജീവിതത്തിൽ വിജയം കണ്ടെത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് ഇറങ്ങി തിരിച്ച് ആ ലക്ഷ്യം കണ്ടു. നമ്മളെപ്പോലുള്ള ഒരാളാണ് അവരും. നമുക്കും അതുപോലെ ഇതിലും ചെറിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഇതിലും വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്. ഈ പറയുന്ന പോലെ പൈസയോ അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ജീവിത മാർഗമോ ഒന്നും തന്നെ അവര് ഇതിലൂടെ കണ്ടെത്തുന്നില്ല. അവര് ഇറങ്ങി തിരിച്ചേക്കുന്നു. ആ വഴിയിലുള്ള തടസ്സങ്ങൾ നേരിടാൻ അവർ തയ്യാറായിട്ട് അവർ ഇറങ്ങി തിരിച്ചേക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അവരുടെ ലക്ഷ്യം എന്നത് അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർ ഇന്ന സ്ഥലത്ത് അവർക്ക് പോകേണ്ട സ്ഥലത്ത് അവർ എത്തിച്ചേരുക. അത് മാത്രമാണ് അവരുടെ കൺമുന്നിലുള്ളത്. അതിനകത്ത് വരുന്ന തടസ്സങ്ങളൊന്നും അവർ നോക്കാനോ അല്ലെ അതിനുള്ള തടസ്സങ്ങളൊന്നും അവർക്ക് യാതൊരു കാരണവശാലും ആ ലക്ഷ്യത്തിന് ബാധകമാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ട്ടോ. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ആൾക്കാര് ഉണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ധൈര്യം എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാനുണ്ടാവും. നേരെ ചിലവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അവർ ഒറ്റയ്ക്കായിരിക്കും. ആ ഒറ്റയ്ക്ക് പോകുന്ന ഓരോ വഴികളിലും
അവര് ഒറ്റയ്ക്ക് തന്നെ അതിജീവിച്ച് മുമ്പോട്ട് പോകും. ഓരോ തടസ്സം വരുമ്പോഴും ഓരോ കാര്യങ്ങളിൽ അവർക്ക് തടസ്സങ്ങൾ വന്നാലും അവരത് മുമ്പോട്ട് തന്നെ പോകും. ചിലരുടെ ഈ പറഞ്ഞ പോലെ ചിലരുടെ ജീവിതത്തിലെ ചിലവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് അവർക്ക് ഒന്നിനും പറ്റുന്നില്ല എന്ന രീതിയിൽ അവര് ഒതുങ്ങി മാറി കൂടി ഇരിക്കും. അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി കൂടി നിങ്ങൾ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ നിങ്ങൾ ഒതുങ്ങി മാറി നിൽക്കുമ്പോഴുണ്ടല്ലോ, ആ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെട്ടു പോവുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ആ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു വിഷമം വരികയാണെങ്കിൽ നിങ്ങളൊരു സുഹൃത്തിനെ സമീപിക്കുക. നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾ ആദ്യം കണ്ടെത്തുക. നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം കേട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ മാറി നിൽക്കുന്ന നിങ്ങളെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ ആ സുഹൃത്ത് സഹായിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി കഴിയുമ്പോഴാണ്, നിങ്ങൾ ഒറ്റപ്പെട്ട് ആരോടും പറയാതെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത്, നിങ്ങൾ മാറി നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാതെ, നിങ്ങൾക്ക് ഒന്നിനും പറ്റാതെ വിഷമിച്ച് പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഇത് കാരണമാകും. അപ്പൊ നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നല്ല സുഹൃത്ത് ആരാണോ ആ സുഹൃത്തിനോട് തുറന്നു പറയുക. എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്ന് മനസ്സോടെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആ സുഹൃത്ത് നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം എന്താണോ അതിനുള്ള പരിഹാരം ആ സുഹൃത്ത് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ വിഷമങ്ങളും ആ സങ്കടവും എല്ലാം മാറി നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നേരെ മറിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എപ്പോഴും ഈ സങ്കടപ്പെട്ടിരിക്കാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് സാധിക്കാനോ, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കുകയേ ഉള്ളൂ. അത് 100% ഉറപ്പാണ്. നേരെ മറിച്ച് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങൾ ആ സുഹൃത്തിനെ നല്ല സുഹൃത്തായി കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ്, അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലാവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ആരും ആവാം, നിങ്ങളുടെ കൂടെയുള്ള ലൈഫ് പാർട്ട്ണർ ആവാം, ആരായാലും അയാളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, ജീവിതം തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഞാൻ ഒരു TV ചാനലിലും 2-3 പ്രോഗ്രാമിലൊക്കെ കണ്ട ഒരു വാർത്തയാണ് ട്ടോ. അതായത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവർക്ക് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവര് അവരുടെ ലക്ഷ്യം, അവരുടെ സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ രാജ്യങ്ങൾ കാണുക, കുറേ രാജ്യങ്ങൾ കണ്ട് അവർക്ക് അവിടുത്തെ ഭക്ഷണങ്ങളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുക എന്നതായിരുന്നു അവരുടെ ഓരോരോ രാജ്യങ്ങൾ കാണുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ പോയി രാജ്യങ്ങൾ കാണാൻ വേണ്ടി അവർ പോയി. എന്നിട്ട് അവരുടെ കയ്യിലുള്ള പൈസ തീരുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും അവർ കട നടത്തുന്നു. കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് വീണ്ടും അവർ ഓരോരോ സ്ഥലങ്ങൾ കാണുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. കാരണം അവരുടെ സ്വപ്നം എന്നത് അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്
ആ പ്രായത്തിലായിരുന്നു. അത് വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. കാരണം അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവര് രാജ്യങ്ങള് കാണാൻ വേണ്ടി ഇറങ്ങി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതും ഈ പ്രായത്തില്. ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് രാജ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ. അത് ടി.വി പ്രോഗ്രാമിൽ കുറേ രാജ്യങ്ങൾ കണ്ടു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അവർക്കങ്ങനെ പോവാൻ സാധിച്ചത് എന്തുകൊണ്ടാ? അവരതിനകത്ത് ഇറങ്ങി തിരിച്ചു. അവർക്ക് പറ്റുമെന്ന് ഉള്ളതുകൊണ്ട് അവർ ഇറങ്ങി തിരിച്ചു. ആ ഇറങ്ങി തിരിച്ചത് കൊണ്ട് അവർക്ക് കുറേ രാജ്യങ്ങൾ കാണാൻ പറ്റി. അവര് ലോകം തന്നെ അറിയപ്പെട്ടു. നമ്മുടെ കേരളത്തില് എറണാകുളം ജില്ലയിലുള്ളവരാണ് അവര്. അപ്പോൾ അവരെ ഒരുപാട് പേര് അറിയപ്പെട്ടു എന്നതാണ് സത്യം. അപ്പോൾ അവർക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവര് മാറി നിന്ന്, അവർക്ക് വയസ്സായി ഇനി എങ്ങും പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് മാറിയിരുന്നെങ്കിൽ അവർക്ക് ഈ രാജ്യങ്ങൾ കാണാനോ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനോ ഒന്നും തന്നെ സാധിക്കില്ലായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി അവരുടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സുഹൃത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് സുഹൃത്തും ഉണ്ടാവും. സുഹൃത്ത് വരും. അതായത് എന്ത് കാര്യം പറഞ്ഞാലും അത് നിന്നെക്കൊണ്ട് പറ്റില്ല, അയ്യ അത് നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് നെഗറ്റീവ് മാത്രം പറയാൻ, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രം, നമ്മളെ സങ്കടപ്പെടുത്താൻ മാത്രമായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരിക്കലും സുഹൃത്തല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരിക്കലും സുഹൃത്തല്ല. നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് തടസ്സമാകും. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ആ സുഹൃത്തിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് തന്നെ വെക്കുക. അത് ജീവിതത്തിൽ വളരെയധികം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ സുഹൃത്താണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വാക്കുകൾ കേൾക്കാനോ അവരുടെ അവരെ പറയുന്നത് അവര് നിങ്ങൾ കേൾക്കാനോ ഒന്നും നിൽക്കരുത്. കാരണം ഒരിക്കലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല അവർ പറയുന്നത്. നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ, നിങ്ങളെ കുറ്റപ്പെടുത്തുക, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുക, നിങ്ങളെ നല്ലൊരു സുഹൃത്തായിട്ട് ഒരിക്കലും കണ്ടുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരുടെ വാക്കുകൾ കേൾക്കാനോ അവർ പറയുന്നത് അനുസരിക്കാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ വരുന്ന സുഹൃത്ത് വലിയ അപകടകാരികളാണ് എന്ന് തന്നെ പറയാം. നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും ഒന്നും ആ സുഹൃത്തിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ നല്ല സുഹൃത്ത് ഏതാണെന്നും ആ ചീത്ത സുഹൃത്ത് ഏതാണെന്നും നിങ്ങൾ തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒറ്റ കാര്യം മതി നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറി മറിയാനായിട്ട്. അപ്പൊ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്ത് നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടി വരില്ല. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഈ ചീത്ത സുഹൃത്ത് എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനായിട്ട് ആ സുഹൃത്തിന് നിങ്ങളെ പറ്റും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത്
പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ആയിട്ട് ആ സുഹൃത്ത് നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ പറ്റും, ഞാൻ പറയാത്ത നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെ തളർത്തും. നേരെ മറിച്ച് അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരുന്ന ഒരാളാണ് നിങ്ങളുടെ സുഹൃത്ത് എങ്കിൽ അത് നല്ലൊരു സുഹൃത്താണ്. നിങ്ങൾ കണ്ടെത്തുന്ന സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകളിൽ നിന്ന് നേർവഴിക്ക് നയിക്കുന്ന സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് എന്നും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയാൻ 100% നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ പറ്റും. ചൂണ്ടിക്കാണിക്കാനും പറ്റും. നിങ്ങൾക്ക് ആ സുഹൃത്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റും. ചിലര് നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാം. പക്ഷെ നമുക്ക് അവരെ ഒട്ടും അവരെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒരിക്കലും പറ്റാത്ത ചില സുഹൃത്തുക്കളുണ്ടാവും. നമുക്ക് പറഞ്ഞു വരുമ്പോൾ അവന് ഉപകാരമാണ്, പക്ഷെ ചില നേരത്ത് നമുക്ക് ഉപദ്രവമായി മാറുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ചിലർ പറയണ കേൾക്കാം. പക്ഷെ ഉപദ്രവവും ആവരുത്, ഉപകാരവും ആണ് എന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ട്. നമ്മൾ അവരെ പൂർണ്ണമായിട്ട് നമ്മൾ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ പല പല ഘട്ടങ്ങൾ, പല പല ആവശ്യഘട്ടങ്ങൾ വരുമ്പോഴും നമുക്ക് ആ സുഹൃത്തിനെ വേണം. പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാതെ പൂർണ്ണമായിട്ടും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അവർ വന്ന് പ്രശ്നങ്ങളാവരുത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മൾ തുറന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ അവോയ്ഡ് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാനോ നമുക്ക് സിമ്പിളായിട്ട് കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കറിയാവുന്നതുണ്ട്. നമ്മൾ വിളിച്ചാൽ എടുക്കാതെ, മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റീപ്ലൈ ഇല്ലാതെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ ആണെങ്കിൽ തന്നെ സ്കൂൾ ലൈഫിൽ ഒരുപാട് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ആളുകളായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളായി വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറാവും നമ്മുടെ സുഹൃത്തായി മാറുന്നത്. ഇങ്ങനെ പല പല നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോരോ സുഹൃത്തുക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ ഓരോരോ സുഹൃത്തുക്കൾ കടന്നു വരുമ്പോഴും നമ്മൾ ആലോചിക്കുക, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണോ ഇപ്പോൾ ഉണ്ടാകുന്ന സുഹൃത്തുക്കളാണോ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക സുഹൃത്തുക്കളെ. നമുക്ക് സന്തോഷം നമ്മുടെ മനസ്സിൽ തരുന്ന അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹാപ്പിയാണ് എന്ന് തോന്നുന്ന നിമിഷം ആ തോന്നുന്ന സുഹൃത്തിനെ മാത്രം നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ലൈഫിൽ ഒരു പരിധി വരെ നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ജോലി സ്ഥലത്തായിരിക്കും സുഹൃത്തുക്കൾ. അത് കഴിയുമ്പോൾ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം നമ്മുടെ സുഹൃത്തായിട്ട് വരുന്നത്. ഇങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും നമുക്ക് സുഹൃത്തുക്കളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ സുഹൃത്തുക്കള്, നമുക്ക് പണ്ടുണ്ടായ സുഹൃത്തുക്കളൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് പാർട്ട്ണറിന്റെ കൂടെ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ചിലവർക്ക് ലൈഫ് പാർട്ട്ണർ അല്ലാതെ വേറെ മറ്റൊരു സുഹൃത്ത് ഉണ്ടാവാം എല്ലാം തുറന്നു പറയുന്നത്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ പറഞ്ഞ പോലെ
നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് തുറന്നു പറയാം. എന്നും നല്ല സുഹൃത്തുക്കളോട് മാത്രം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാവൂ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് വേറെ ഏതെങ്കിലും രീതിയിലെടുത്ത് നമുക്ക് അത് തെറ്റായ രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ പല പല പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആ പ്രശ്നങ്ങൾ മറികടക്കാതെ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം എങ്കിൽ അവരോട് പറയുക അതൊരിക്കലും ഉപയോഗിക്കരുത് എന്ന് പറയുക. അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് കാണരുത്. സുഹൃത്തുക്കളായിട്ട് ഒരിക്കലും കൊണ്ട് നടക്കരുത്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം ബാധിക്കും എന്നുള്ളതിൽ 100% ഉറപ്പുണ്ട്. പല പല കാര്യങ്ങളിലും അത് ബാധിക്കും. നിങ്ങളുടെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോൾ അത് നല്ല രീതിയിൽ എടുക്കില്ല എന്ന് ഉള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന സമയത്താണ് നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ലഹരിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അതിനെ ആ മനസ്സിലായില്ല എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വഴി നല്ല വഴി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും അല്ലെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കുക. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ വിചാരിക്കുക. വിചാരിക്കുക മാത്രമല്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. അങ്ങനെ ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോൾ നല്ല സുഹൃത്തുക്കളെ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ഉണ്ടാവാൻ ആ സുഹൃത്തുക്കൾ വഴി സഹായിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടെൻഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മാറാനും അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഇപ്പോൾ ചിലവർ പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് വീഡിയോ കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരിക്കലും ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കാനോ നിങ്ങൾക്ക് സുഹൃത്തിനെ വിളിക്കാൻ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കാനോ വീഡിയോ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമഡി അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലും കാണാനോ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ സങ്കടത്തിൽ ചെറിയൊരു മാറ്റം വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ പല വിചാരങ്ങളും വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നും. നിങ്ങളുടെ ജീവിതം മടുത്തു എന്ന് തോന്നും. അങ്ങനെ പല പല നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് നിങ്ങളുടെ സങ്കടം കടിച്ചമർത്തി പിടിക്കാനും ശ്രമിക്കാതെ നിങ്ങൾ ആ ഒരു മൂഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട് കേൾക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വീഡിയോ, ഇഷ്ടമുള്ള എന്തെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സങ്കടം മാറുകയും നിങ്ങൾ സന്തോഷത്തിലേക്ക് വരികയും ചെയ്യും.
ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിക്കുകയോ വിളിക്കാൻ പറയുകയോ ചെയ്തിട്ട് ആ നിമിഷം തന്നെ വിളിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ, സുഹൃത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, തിരക്കാണ് എങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇത്. വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ട് ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. കാരണം നമുക്ക് സങ്കടവും സന്തോഷവും എല്ലാം വരും. എല്ലാവർക്കും വരും. ആ നിമിഷത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കാതെ നമുക്ക് നാളെയും സന്തോഷം വരും എന്നാലോചിച്ച് നമ്മൾ ലൈഫ് മുമ്പോട്ട് തന്നെ ജീവിച്ചു പോവുക. നമ്മുടെ സങ്കടം മാത്രം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾ നാളേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കടം മാത്രം ആലോചിച്ചിരിക്കാതെ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ഹാപ്പി ആവാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യം അത് മാത്രം ചെയ്യുക. അത് മാത്രം ആലോചിക്കുക. ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചു. ആ സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾക്ക് സംഭവിച്ച കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോഴല്ലേ നമ്മുടെ സങ്കടങ്ങളൊന്നും അവർ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമാവും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സങ്കടങ്ങളൊക്കെ ഇല്ലാതാവും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടിരിക്കാതെ നിങ്ങളുടെ ജീവിതം തീർന്നു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മളെക്കാട്ടിലും ഒരുപാട് സങ്കടങ്ങളുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ലൈഫ് നമ്മൾ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ശ്രമിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നിങ്ങൾ നാളെ മറ്റുള്ളവർക്കൊരു പ്രതിനിധിയാവാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ കഴിഞ്ഞാൽ, അതിലും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടിലും വലിയൊരു സന്തോഷമല്ലേ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ലക്ഷ്യം കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയാണ്, ഓ എന്ത് നല്ല ഒരു നിലയിലെത്തി എന്ന് പറയുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്കൊരു സന്തോഷം കിട്ടൂലേ. അപ്പോൾ ആ സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ. എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റി, മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമല്ലേ. കാരണം നേരെ മറിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടി നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ആരറിയാനാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ആരറിയാനാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കണം എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങളെ വളരെ ബഹുമാനത്തോടെയും നിങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ സന്തോഷം കിട്ടുമ്പോഴാണ് നിങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയും നിങ്ങൾക്ക് അടുത്ത ലക്ഷ്യം വളരെ സിമ്പിളായിട്ട് തോന്നുകയും ആ ലക്ഷ്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധിക്കാനും സാധിക്കും. നമ്മൾ ഒരു പടി കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവാം. പക്ഷെ അടുത്ത പടി കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധിക്കും. അതിൻ്റെ അടുത്ത പടി അതിലും വളരെ പെട്ടെന്ന് സാധിക്കാൻ നിങ്ങൾക്ക് പറ്റും.
അപ്പോൾ ആദ്യത്തെ പടി മാത്രം ചവിട്ടാൻ മാത്രമാണ് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അതായത് ആദ്യത്തെ ലക്ഷ്യം നേടാൻ കുറച്ച് ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്ന് മാത്രം. പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കഠിനമായ ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. അത് 100% അതിനകത്ത് വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ വിജയം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ലൈഫ് പാർട്ട്ണർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടിനായാലും, നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്ന, നിങ്ങളെ സഹായിച്ച, നിങ്ങളുടെ കൂടെ നിന്ന, ഈ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ പരിശ്രമിച്ച എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമാവും. ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ, ഇങ്ങനെയുള്ളൊരു ലക്ഷ്യം നിറവേറി കഴിയുമ്പോൾ, നിങ്ങളുടെ സ്വപ്നം നിറവേറി കഴിയുമ്പോൾ വളരെ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ നാട് തന്നെ അഭിമാനം കൊള്ളും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളും. അതും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും. സന്തോഷം മാത്രമല്ല, നിങ്ങൾക്ക് അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അതൊരു വലിയ പ്രചോദനമാകും. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. അപ്പോൾ ഈ സ്വപ്ന സാക്ഷാത്കാരം പൂർണ്ണമായും വിജയത്തിലെത്തട്ടെ എന്നും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ പുതിയൊരു വർഷം ആരംഭിച്ചു. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം വരുന്നതും സങ്കടം വരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ.